വാട്സ്ആപ്പ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഡാർക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഹൊറർ ഗെയിമാണ് ഗൈസ്. ഇത് നിങ്ങൾ കളിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കളിച്ച് നോക്കുക. ഇതൊരു PC ഗെയിമാണ്. നമ്മുടെ സ്റ്റീമിലൊക്കെ ഇത് ഫ്രീ ആണ് ഗൈസ്. ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ ഓരോരോ ഗെയിംസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു ഗെയിമാണ് ഗൈസ്. ഇങ്ങനെയാണ് ഗെയിമിൻ്റെ തുടക്കം. നമുക്ക് കീ എടുക്കണം ഗൈസ്. നമ്മളൊരു ഓഫീസിലാണുള്ളത്. കീ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡോറ് തുറക്കണം. അതാണ് ഗൈസ്. നമ്മൾ ആ കീ വെച്ചിട്ടാണ് ഗൈസ് ആ ഡോറ് തുറക്കേണ്ടത്. ആ ഡോറെല്ലാം ലോക്കാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇത് കുറച്ച് പ്രശ്നമുള്ളൊരു ഗെയിമാണ് ഗൈസ്. ഭയങ്കര ഇരുട്ടാണ്, അകം നിറച്ചും ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. ഒന്നും കാണുന്നില്ല. നമ്മൾ ഓഫീസാണ്, അവിടെ ഭയങ്കര ഇരുട്ടാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇതിൻ്റെ സ്വിച്ച് എവിടാന്ന് മാത്രം ആർക്കും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. നോക്കട്ടെ, സ്വിച്ച് എന്ത് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. അതാണ് നമ്മുടെ ഓഫീസ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വന്നായിരുന്നു ഗൈസ്. ഫാൻ കറങ്ങുന്നുണ്ട്. ചെറിയൊരു വെട്ടം പോലെ ആ ടൈൽസിൽ നിന്ന് റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം ഗൈസ്. സ്വിച്ച് കത്തി. അയ്യോ, ഒറ്റയടിക്ക് തിരിയണ്ട, ഇങ്ങനെ അത്തിട്ട് കത്തി തിരിയാം ഗായ്സ്. ഇത് ഏതോ ഒരു ഭ്രാന്താശുപത്രി എങ്ങനെയാണെന്ന് ഗൈസ്. ഇവിടെ എല്ലാം കുറച്ച് ഡാർക്കാണ് ഗൈസ്. എന്ത് ചെയ്യാനാ, ഭയങ്കര ഹൊറർ ഫീൽ ഗൈസ്. കറക്റ്റായിട്ട് നോക്കി ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വന്നിട്ട് ഒരു ഇത്രയും ഗൈസ്. ദാറ്റ് ഈസ് ടു മച്ച് ഗൈസ്. ഇതെന്തോ സംഭവമൊക്കെയാണ്. ഈ ലെറ്റർ ഒന്നും വായിക്കാൻ വയ്യ ഗൈസ്. ഗൈസ് നോക്കേ, ഒരു കീ അവിടെ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. സംഭവം നിറഞ്ഞൂടാ, പക്ഷെ നോക്കണ്ട. ഇതൊക്കെ ഗൈസ് കൊള്ളൂല ഗൈസ്. ഭയങ്കര ഹൊറർ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൊറർ ഫീലാണ്. പേടിയാന്നു ഗൈസ്. ഇത് കളിക്കാൻ കുറച്ച് ഇതൊക്കെ വേണം ഗൈസ്. നിങ്ങൾ ഒരു റൂമിൽ കയറിയിട്ട് റൂമിൽ കയറിയിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഈ ഗെയിം ഹെഡ്സെറ്റ് വെച്ച് ഗൈസ് കളിച്ച് നോക്കണം. അടിപൊളിയാണ്. നിങ്ങൾ ശരിക്കും നല്ലപോലെ എൻജോയ് ചെയ്യും. 100% ഉറപ്പാണ് നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കും ഗൈസ്. ഈ ഗെയിം കുറച്ച് പേടിക്കും നിങ്ങൾ, എന്തായാലും ഗൈസ് പേടിക്കും. ഓക്കെ, കോൾഗേറ്റിൻ്റെ ജാതി ഒരു പേസ്റ്റ് ഗൈസ്. എന്തോ പറയാനാന്ന് പറയാ, ഒരു വേസ്റ്റ്. എന്ത് ദൈവമേ, കോൾഗേറ്റിന് വരെ ഗൈസ്. അതെന്ത് വേസ്റ്റാ ഇടാ. ഒരു പ്രേതത്തിൻ്റെ ഗെയിം എന്താണ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മളെ പറയാൻ തന്നെ വയ്യ. ഈശ്വര, ഗെയിമിൻ്റെയൊക്കെ വളർച്ച ഗൈസ്. നമുക്ക് ഈ സംഭവം വായിച്ച് നോക്കിയിട്ട് വേണം പോവാൻ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ലൈറ്റർ കിട്ടി. അയ്യോ, എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരുന്നു ഗൈസ്. ആ പേസ്റ്റ് എന്തൊക്കെ പറഞ്ഞ ഗൈസ്. ഓക്കെ, നമുക്ക് എന്താണ്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അവൻ പറയുന്നത് എന്താ പറയുന്നത് ഗൈസ്. കണ്ടിന്യൂ വർക്കിംഗ് ഹിയർ ടു എന്തോ സംഭവം എഴുതിയിരിക്കുന്നത് ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് ഈ സംഭവമൊക്കെ എടുക്കാം ഗൈസ്. അതെടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആ സംഭവം എടുക്കാൻ പറ്റി. ഇത് നമ്മുടെ പേഴ്സാണ് ഗൈസ്. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഇതിൽ നിന്ന് എന്തോ നമുക്കൊന്ന് എടുക്കാനുണ്ട് ഗൈസ്. എന്താണ് സേവിങ് സെറ്റ് വല്ലതും ആണോ ഗൈസ്? ടാബ്ലറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ടാബ്ലറ്റ് ആണ് കേട്ടോ. ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്താണ് ഗൈസ് പറയുന്നത് ഗൈസ്. ഇതെല്ലാം അടച്ചിട്ടേക്കാം. ഇതൊക്കെ നമ്മൾ തുറന്നാണ് വേണ്ട ഗൈസ്. എന്തായാലും കൊള്ളാം. ഓക്കെ ഗൈസ്,
ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ബാത്റൂമിൽ പോയിട്ട് മറ്റേ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്തോ കാണിക്കണമെന്നാണ് ഗൈസ് പറയുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്കിനി ബാത്റൂം എവിടെയാണെന്നാണ് ഗൈസ് കണ്ടുപിടിക്കേണ്ടത്. വെള്ളം ഗൈസ്. പക്ഷേ ഇത് ബാത്റൂം അല്ല ഗൈസ്, അതിൽ വെള്ളം ടാപ്പ് ഇത് സംഭവമുള്ളൂ ഗൈസ്. ഇതെല്ലാം ലോക്കാണ്, പക്ഷെ അത് തുറന്ന് ഗൈസ്. പക്ഷെ ഭയങ്കര ഇരുട്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇവിടെ സ്വിച്ച് ഇല്ല നമുക്ക് ഗൈസ്. ഇനി ഇതാണോ ബാത്റൂം? ഇതായിരിക്കും, ആവാനാണ് ചാൻസ് ഉള്ളത് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, എന്താ ഇത് ഗൈസ്? ആകെ സീനാണെന്ന് തോന്നുന്നു, കുറച്ച് ഇഷ്യൂ ഉണ്ട് ഗൈസ്. കണ്ടോ, അതല്ല, ഇറ്റ്സ് ജാംഡ് ഗൈസ്. അപ്പോൾ നമുക്ക് ഓഫീസിലൊന്ന് കയറി നോക്കാം ഗൈസ്. ഇത് തുറക്കാൻ പറ്റുമോ ഗൈസ്? ഇതൊന്നും തുറക്കാൻ പറ്റൂല, ഇത് മാത്രം തുറക്കാൻ പറ്റത്തുള്ളൂ. എന്താല്ലേ, എന്താണ് ഇത് പക്ഷേ ഗൈസ് ഇത് തുറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ഇല്ല. സോറി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. ഒത്തിരി ദൂരമൊന്നും പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ, ഇത് നമ്മൾ തിരിഞ്ഞ് നോക്കുക. ഭയങ്കര ഇരുട്ടാണ് ഗൈസ്, ഇവിടെ ഒന്നും കാണൂല നമുക്ക്. ആകെ ആ ഒരു ഇപ്പം നിലവിലുള്ള ആ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ കൂടെ കയറി പോകാം. ഓക്കെ ഗൈസ്, എന്തോന്നാ പേടി തോന്നുന്നു ഇവിടെയൊക്കെ കണ്ടിട്ട്. ഭയങ്കര ഒരു വല്ലാത്തൊരിത് ഗൈസ്. ഇത് അടച്ചേക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എടാ എന്ത് ദൈവമേ, എന്തായിരുന്നടാ അത്? അയ്യോ, പേടിയാന്ന് ഗൈസ്, പേടിയാന്ന്. എടാ എനിക്ക് വല്ലാത്ത പോലായി. ഓർക്കാൻ പുറത്തിരുന്നപ്പോഴാ ജനലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനൊക്കെ പോകുന്ന ഞാൻ ഒരിക്കലും ഓർത്തില്ല ഗൈസ്. എന്തോ പ്രശ്നമുണ്ട്. എന്താ ലൈറ്റ് ഇപ്പോൾ കിടുമെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ലൈറ്റും കിട്ടും. ലാസ്റ്റ് കഴിഞ്ഞ പ്രേതം പിടിക്കും മിക്കവാറും. എന്താണ് നോക്കുക ഗൈസ്. അയ്യോ ഗൈസ്, പേടിച്ചിട്ട് വയ്യ, സത്യം പറയല്ല, പേടിച്ചിട്ട് വയ്യ ഗൈസ്. ഇതേ ബാത്റൂം ഗൈസ്. കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇവനെന്ത് ചെയ്യാത്ത ഗൈസ്? ഇവനൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ബാത്റൂമിൽ ചെല്ലണമെന്ന് ബാത്റൂമിൽ ചെന്ന് ഗൈസ്. ഇനി എന്തുവാ ഗൈസ്? ഓക്കെ, അടുത്ത ബാത്റൂമിൽ നമുക്ക് കയറാം. ഓ ഗൈസ്, ഇതാണ് മെൻസിൻ്റെ ബാത്റൂം. മറ്റേന്ന് പറയുന്നത് ഗേൾസിൻ്റെ ബാത്റൂമാണ് ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാത്റൂം. ഇതാണ് ഗൈസ്. ഇതേ, നമുക്ക് ടാബ്ലറ്റ് കഴിക്കണം ഗൈസ്. നമുക്ക് എന്തോ ഇതിന് കുഴപ്പമുണ്ട്, തലയ്ക്ക് കുഴപ്പമുണ്ട്. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്തോ ഒരു സംഭവമുണ്ട് ഗൈസ്. എന്തുവാന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം ഗൈസ്. നമുക്കൊരു ഗുളികയൊക്കെ ഉണ്ടെന്ന് തോന്നാം, തിന്നെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്റ്റോർ റൂമിൽ പോയിട്ട് മറ്റേ ഒരു സ്റ്റൂളിൽ സംഭവം എന്തോ ഇരിപ്പുണ്ട്, അത് പോയി എടുക്കണം ഗൈസ്. അത് നമുക്ക് പോയി സെറ്റ് ചെയ്യണം. പുള്ളി ഒരു കിടിലും വലിക്കാരനാണ് ഗൈസ്, വലിക്കാരൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് സ്റ്റോർ റൂമിലോട്ട് പോകാം ഗൈസ്. എന്തായാലും ഇനി സ്റ്റോർ റൂം എവിടെയാണെന്ന് നോക്കാം. ഇവിടെ സ്റ്റോർ റൂമിൽ പോവാം. അതേ ഗൈസ്, നമ്മുടെ ബാത്റൂമിന് തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റോർ റൂമുണ്ട് ഗൈസ്. ആ ഡോറ് തുറക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവും ഗൈസ്. എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇതേ നമുക്ക് സ്റ്റോർ റൂം ഗൈസ്. സ്റ്റോർ റൂം വന്നു. എന്ത് ചെയ്തു ഫ്യൂസ് ഗൈസ്. ഇവിടെ എന്തോ ആണെന്ന് തോന്നുന്നു സംഭവം. ഇവിടെ എന്തോ സ്റ്റോളിൻ്റെ മണ്ടയ്ക്ക് എന്തോ, അതെ ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു സംഭവം. ഓക്കെ വെയിറ്റ് ഗൈസ്, സിഗരറ്റിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്ട് വലിച്ചു വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. ഓക്കെ, വെൽ ഡൺ ഫോർ എ സ്മോക്ക് ഇൻ ഓഫീസ്. ഗൈസ്, എനിക്ക് വന്നിന് ഓഫീസിലോട്ടാണെന്ന് തോന്നുന്നു ഗൈസ് പോകണ്ടേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് നടക്കാം അങ്ങോട്ട്. പെയ്യെ നടക്കാം.
ഗൈസ്. ഓക്കെ, അതെന്തുവാ ഗൈസ്? അവിടെ എന്തോ വീണ് ഗൈസ്. എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. എന്താ മിനി ഒബ്ജക്റ്റ് ഗെയിം ദാറ്റ് സം ക്യാൻ നീഡ് അക്രോസ് ഗൈസ്. എന്തോ ഈ ഗെയിമിലെന്തോ ഇല്ല, ഒരുമാതിരിപ്പെട്ട ഗെയിമിലല്ലേ ഈ സംഭവം ആവശ്യമുണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. എടാ 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 അയ്യോ അയ്യോ ഗൈസ്, ഒരു ചുമന്ന ഒരു സംഭവമാണ് നമ്മളെ കണ്ടത്. അയ്യോ എനിക്ക് വയ്യ എങ്ങനെ ഇറങ്ങി ഗൈസ്. ഒന്നുമില്ല, നേരെ നോക്കി അങ്ങ് പോവുക ഗൈസ്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. എന്തോ അത്? ഓ ഫാനായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ പ്രേതമുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. സത്യം പറയാലോ, ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ചെയ്തൊക്കെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണൊക്കെ കളിക്കുന്നത് ഗൈസ്. ലൈറ്റ് ഓഫ് ആയി. ഇറങ്ങട്ടെ. അപ്പുറത്തെ ബാത്റൂമിൽ കയറി എല്ലാം ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടൊക്കെയാണ് കളിക്കുന്നത്, അതുകൊണ്ട് നല്ലപോലെ പേടിക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ സൗണ്ട് എഫക്റ്റാണ് മെയിൻ. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഗൈസ്, അത് അടിപൊളി ഗെയിമാണ്. പേടിക്കാൻ വേണ്ടി ഗെയിം കളിക്കുന്നവർക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് കളിക്കാവുന്നേ ഗൈസ്. എന്തായാലും ബാക്കി കളിക്കാം. അയ്യോ ഒത്തിരിയൊന്നും പോകത്തില്ല ഗൈസ്, ഉറപ്പാണ്. ഒത്തിരിയൊന്നും പോകത്തില്ല, എന്നെ കൂടെ താങ്ങില്ല ഗൈസ്. എനിക്കിങ്ങനത്തെ ഗെയിമുകളൊക്കെ പേടിയാണ് ഗൈസ്. ഓക്കെ, മിസ്സിംഗ് ഫോൺ കോൾസ് എക്സ്റ്റെൻഡിങ് ദ ഫോൺ കോൾസ് ചെക്കാണ് ബെറ്റർ റെക്കോർഡ് ഹെയർ. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു 6 ശവം അടങ്ങാണ്ട് ഉണ്ട് ഗൈസ്. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചറിയിൽ 6 ശവം ഇരിപ്പുണ്ട്. അത് പോയി നമുക്ക് ചെക്ക് ചെയ്തിട്ട് അവരെ തിരിച്ചു വിളിക്കണം ഗൈസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നോക്കുന്നത് അത് പോയി ചെയ്യാം. ഓക്കെ, നമുക്ക് പെയ്യെ അങ്ങോട്ട് പോകാം. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഗൈസ് മെയിൻ പ്രശ്നം. ഈ റേഡിയോ ഒക്കെ ആരും ഓണാക്കുന്നു ഗൈസ്. അയ്യോ, ഇനി മോർച്ചറി എവിടെ? അതാണ് ഗൈസ് ഏറ്റവും വലിയ പ്രശ്നം. മോർച്ചറി മാത്രമേ ഇവിടാന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം ഗൈസ്, അതൊക്കെ ലോക്കാണ്. ഇതാണ് ഇനി മോർച്ചറി. പിന്നെ ആകെ ഗൈസ് മറ്റേ 2 ബാത്റൂമും ആ ഒരു ഡോറ്, ഈ ഒരു ഡോറ് മാത്രമേ ശരിക്കും തുറന്ന് കിടപ്പുള്ളൂ. നമുക്ക് നോക്കാം, ഒന്നുകൂടെ നോക്കട്ടെ ഗൈസ്. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന മോർച്ചറി തന്നെ തപ്പാനാണ് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അയ്യോ എടാ ഡോറ് തന്നെ ഇങ്ങോട്ട് അടങ്ങി ഗൈസ്. ഡോറ് തന്നെ അടങ്ങി ഗൈസ്. ഇവിടെ ലൈറ്റ് ഇല്ല. എടാ ഈ മോർച്ചറി ലൈറ്റ് ഇല്ല ഗൈസ്. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് ഇതിൽ ഗൈസ്. തുറന്ന് കാണുന്നില്ലല്ലോ ഗൈസ്. ഈ ടേബിൾ നമുക്കെടുത്ത് വെളിയിലോട്ടിട്ട് വെളിയിലിടാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് വെളിയിലോട്ട് ഈ സംഭവം എടുത്തിടാം. ഓക്കെ, നമ്മൾ സംഭവം എടുത്ത് വെളിയിലോട്ടിട്ടുണ്ട് ഇട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ സംഭവം എടുത്ത് വെളിയിലോട്ടിട്ടു. ഓക്കെ, ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം ഗൈസ്. ഫസ്റ്റ് ബോഡി ഉണ്ട്, ഒരു ബോഡി ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അപ്പുറത്തെ മെഷീൻ്റെ അവിടെ പോയി അടുത്ത് നോക്കാം ഗൈസ്. അടുത്ത ബോഡി ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ 2 ബോഡി ഇരിപ്പുണ്ട് ഗൈസ്. 6 ബോഡിയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. അയ്യോ, എൻ്റെ അടുത്തൊന്നും ആരും ഇല്ല. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഒത്തിരി പെട്ടിയുണ്ട്, ചിലപ്പോൾ ഇതിനകത്ത് വല്ല ഇരിപ്പുണ്ടായിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം. അവിടെ ഒന്നും ഇല്ല ഗൈസ്, അവിടെ ഒന്നും ഇല്ല. നമുക്ക് ഗൈസ് 2 ബോഡിയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്താ ചെയ്യാ ഗൈസ്? ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. 6 ബോഡി എന്ന് പറഞ്ഞിട്ട് 2 ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയും ഡെപ്പോ തുറന്നിട്ട് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗൈസ്. ഓക്കെ, 2 ബോഡിയാണ്. ഓക്കെ, സമ്മതിച്ചു ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ ഗൈസ്,
ഇവിടെ ഒന്നും കാണുന്നേ ഇല്ല. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, എന്തൊക്കെ പ്രശ്നമുണ്ട്. നമുക്ക് ക്രൗച്ച് ചെയ്ത് നോക്കാമെന്ന് ഗൈസ്. എന്താ ഇവിടെ ഒരു ബോഡിയാണെന്ന് തോന്നി കിടക്കുന്നത്. ഓക്കെ, നോക്കപ്പോൾ എത്ര ബോഡിയുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയോ ഗൈസ്. ഇപ്പോൾ സൈഡിലത്തെ ഗൈസ്, ഇവിടത്തെ ബോഡി മിസ്സിങ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബോഡി മിസ്സിങ് ആയിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഉടനെ തന്നെ അവരെ അറിയിക്കണം. നമുക്ക് പോയി ഓഫീസിൽ പോയി അവരെ അറിയിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഓഫീസിലോട്ട് പോയി ഇതെല്ലാം അടയ്ക്കട്ടെ. എന്താടാ പോകാൻ പറ്റാത്ത ഗൈസ്, കാല് വെച്ച് അടച്ചെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് ഡോറൊന്നും അടയ്ക്കണ്ട, പോകാം ഗൈസ്. പേടിയാവുന്നുണ്ട് ശരിക്കും. നമുക്ക് ഒരു ബോഡി മിസ്സിങ് ആണ്. ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല നമുക്ക് തിരിഞ്ഞ് നിന്ന് കോൾ ചെയ്യണ്ട, നേരെ ഒന്ന് കോൾ ചെയ്യാം. ഓക്കെ ഗൈസ്, ആരും വരില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ പറയണേ നോക്കാം ഗൈസ്. അത് സീനാണ് ഗൈസ്. ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പണി പാളിയെന്ന് തോന്നുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. നമുക്ക് സൈഡിലൊരു സംഭവം കാണിക്കുന്നുണ്ട് 53% എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. അതെന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, വീണ്ടും പവറപ്പ് ആവട്ടെ ഗൈസ്. കുറച്ചുകൂടെ കട്ടിക്ക് പോകണം, അല്ലെങ്കിൽ ഒന്നും നടക്കൂല ഗൈസ്. നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പോവാം. എന്ത് ഈ പാട്ടൊന്ന് നോക്കിയിട്ട്, പാട്ടാ ഗൈസ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കും നമ്മളെ ഗൈസ്. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ് ഓരോ കാര്യങ്ങൾ. അയ്യോ, ചങ്ക് കിട്ടുന്നു ചിലപ്പോൾ ചത്തുപോകും ഗൈസ്. അവിടെ എന്തോ ഒന്ന് പോയ പോലെ. അത് ഇട്ടടുത്ത് തന്നെ തിരിച്ചിടാം. എന്താടാ ഇത്? അങ്ങോട്ടങ്ങനെ നിരങ്ങിപ്പോയി ഗൈസ്. ഫാനായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ്, അവിടെ ആരോ ഉണ്ട്. എടാ, അതെന്തുവാടാ അത്? ക്യാമറ തന്നെ വർക്കാവുന്നോ ഗൈസ്? ഹിയർ ദിസ് ഈസ് ഗൈസ്. ആ ഒരു ബോഡിയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. അത് ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. എന്തോ ചെയ്യുമെന്നൊരു പിടിയില്ല ഗൈസ്. അയ്യോ, നോക്കാം ഗൈസ്. ഇവിടെ ഒരു ക്യാമറ നോക്കി കിട്ടിയിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സെഡാണ് ഗൈസ്. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. സത്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും പേടിക്കും. ഗൈസ്, എന്തോ പൊട്ടിത്തെറിച്ച് ഗൈസ്. എന്താ ഇത്? ഒന്നും കാണുന്നില്ല ഗൈസ്. അയ്യോ, പവർ അഗെയിൻ ദിസ് പ്ലേസ് ഹോൾഡ് ഗൈസ്. ഇനിയും പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ടൊന്നും വരില്ല. കാരണം ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റോർ റൂമിൽ മുമ്പേ നമ്മളാ പോയ സ്റ്റോർ റൂമിൽ പോയിട്ട് ഫ്യൂസ് സെറ്റ് ചെയ്യണമെന്നാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂസിൻ്റെ കാര്യം ഇതിലും ഭേദം നമുക്ക് ഇതിലും ഭേദം നമുക്ക് ഇവിടെ തന്നെ അടഞ്ഞടാ. ഇവിടെ ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഓൺ ആക്കട്ടെ ഗൈസ്. എടാ ഗൈസ്, നമ്മൾ പേടിക്കുന്നതോറും നമ്മുടെ മൈൻഡിൻ്റെ മെൻ്റലി ഇതാവുന്നതിൻ്റെ ആ സംഭവമാണ് ആ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എടാ, ഇതെന്താടാ ഇത് ഗൈസ്? ഇവിടുത്തെ ഇതെല്ലാം
ഗൈസ് എന്തൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. ഈ കൈ അനങ്ങുന്നുണ്ട്, മണ്ടയ്ക്ക് കൈ ഉണ്ട്, കയറി പിടിക്കും നമ്മളെ ഗൈസ്. എന്തുവാ ഇത് ഗൈസ്? ആകെ പ്രശ്നമായി പേടിയാണ് ഗൈസ്. തീ വെക്കാൻ പറ്റൂല, അത് ഗൈസ്. അയ്യോ പേടിച്ചു പോയി ഗൈസ്. അങ്ങേറ്റത്തങ്ങടെ ഫ്യൂസ്. ഈ ശ്വാസം വിട്ടത് ഗൈസ്. എന്തുവാ ഗൈസ്? എല്ലാം തല്ലിപ്പറഞ്ഞ് പോയെന്ന് തോന്നുന്നു. ഇവിടൊക്കെ ആരാണോ ഇതിനൊക്കെ വന്നിരിക്കുന്നത്? എനിക്കാണെങ്കിൽ 1 കോടി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് നിൽക്കില്ല ഗൈസ്. നമുക്ക് നമ്മൾ ഭ്രാന്ത് പിടിക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. അതിന് മെഡിക്കൽ എന്തോ സംഭവമുണ്ട്, അത് പോയി കഴിക്കണം, അല്ലെ നമ്മൾ ചത്തു പോകണേ ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എടാ എങ്ങനെയാടാ ഇനി ഈ സ്ഥലത്തൂടെ? എടാ ഇത് ലൈറ്റൊക്കെ മാറി ഗൈസ്. ആ സ്ഥലത്തൊരു കറ മാത്രമേ ഉള്ളൂ, റെഡ് ലൈറ്റായി ഗൈസ്. അങ്ങോട്ട് ലൈറ്റൊന്നും കാണുന്നില്ല, കുറേ ഉള്ളൂ. എന്താണ്ടുണ്ടായിരുന്നു കേട്ടോ, പേടിച്ച്. പക്ഷേ ഗൈസ് നമ്മളത് കണ്ടില്ല, നമ്മളാ ഡോറിൻ്റെ ഇടയ്ക്കായി. എടാ ഒന്ന് കത്തിയിൽ നീങ്ങുന്നടാ ഗൈസ്. ഇത് എവിടാന്നൊരു പിടിയില്ലല്ലോ എവിടാണ് ഇത് ഗൈസ്? ഇതെങ്ങോട്ടാ പോകണ്ടേന്ന് അറിഞ്ഞൂടാ ഗൈസ്. ശരിക്കും കാണത്തില്ല, നമുക്ക് കാണത്തില്ല. റെഡ് ടൈപ്പിൽ എന്തോ ചുമല എന്തോ സംഭവം പോലെ ഗൈസ് ചെറുതായിട്ട് കാണത്തുള്ളൂ. എങ്ങോട്ടാ പോകണ്ടേ ഗൈസ്? ഓക്കെ നമുക്ക് എടാ ഗൈസ് നമുക്ക് ലൈറ്റർ ഒക്കെ ഗൈസ്. എടാ എൻ്റെ ദൈവമേ ഗൈസ്, എന്തോ പ്രശ്നമുണ്ട്. ഇതെന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെ ശരിക്കും പ്രേതമുണ്ട്, നമ്മുടെ അടുത്തുള്ള പ്രേതമുണ്ട് പോകുന്നു. എൻ്റെ വീണ്ടും ഗൈസ് ഡോറോട് അടയില്ലേ ദൈവത്തെ ഓർത്ത് ഗൈസ്. നമുക്കിനി മെഡിസിൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം നമുക്ക് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി, നല്ലൊരു ഗെയിമായിട്ടും തോന്നി. അത്യാവശ്യം നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.